മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നിരന്തരം ഒഴിഞ്ഞുമാറി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. തിരുമല അനിലിന്റെ ആത്മഹത്യ മുതൽ ബി.ജെ.പി. ജനറൽ സെക്രട്ടറി എസ്. സുരേഷിന്റെ വായ്പാ തട്ടിപ്പ് വരെയുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നിരന്തരം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒഴിഞ്ഞുമാറിയത്. ഇതൊക്കെയും തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് നേതാക്കൾ തുടരെ മൗനം പാലിക്കുന്നത്. ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ ബി.ജെ.പി. നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് നേതൃത്വം നടപടി സ്വീകരിക്കുന്നില്ലെന്ന കൈരളിയുടെ ചോദ്യത്തോടായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആദ്യം തട്ടിക്കയറിയത്. എല്ലാവിധ ആശംസകൾ നിങ്ങൾക്ക്, എല്ലാവിധ ആശംസകൾ. പിന്നീട് സഹകരണ സംഘങ്ങളിലെ മറ്റ് നേതാക്കളായ എം.എസ്. കുമാർ ഉൾപ്പെടെയുള്ളവരും അനിലിന്റെ സമാന അവസ്ഥയിലാണെന്ന് തുറന്നു പറഞ്ഞപ്പോഴും സംസ്ഥാന അധ്യക്ഷന് കൃത്യമായ ഉത്തരമില്ല. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു 2 ദിവസം മുൻപേ തിരുമല അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു. എന്താണ് നിങ്ങൾ സംസാരിച്ചത്? ഞങ്ങൾ നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു. അവിടെ എന്താ സംസാരിക്കുക? ഒന്നും സംസാരിക്കില്ല. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കി പറയരുത്. ശേഷം ബി.ജെ.പി. നേതൃത്വം കാരണം ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും സംസ്ഥാന നേതൃത്വത്തിന് മൗനം മാത്രം. അങ്ങേക്കെതിരെ ഒരു 500 കോടിയുടെ അഴിമതി ആരോപണം കഴിഞ്ഞ ദിവസം ഒരു പരാതി വന്നിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരല്ലേ? സന്തോഷം. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂ. കൈരളി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നാലെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷിന്റെ പെരിങ്ങമല സഹകരണ സംഘം വായ്പാ തട്ടിപ്പ് കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴും സ്ഥിതി സമാനമായിരുന്നു. ബി.ജെ.പിക്കകത്തെ പ്രതിസന്ധിയിൽ കൃത്യമായ മറുപടിയില്ലാത്തതും ഇതൊക്കെയും തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമാണ് നേതാക്കൾ തുടരെ മൗനം പാലിച്ച് ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.